പുന്നൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് വ്യവസായ മന്ത്രി പി രാജീവ് സമ്മാനിച്ചു. എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്ന് മന്ത്രി പി രാജീവ്. ഭരണ സംവിധാനത്തെ സ്വാധീനിക്കുന്നതാണ് കഥകളെന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നവരാണ് സാഹിത്യകാരന്മാരെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. പുന്നൂർകുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് മാധവിക്കുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ജനാധിപത്യം ഒരു ആചാരമായി മാറുമെന്ന് കഥകളെ ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. നെക്സസിൽ പറയുന്ന ഒരു ഭാഗം കഥകൾ വഴിയാണ് നമ്മൾ ഭരണ സംവിധാനത്തെ ആധിപത്യത്തേക്ക് നിർത്തിക്കൊണ്ടുപോകും. പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ നമുക്ക് കഥയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. നാം ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജനാധിപത്യം ഒരു ആചാരമായി മാറും. നാം വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലമായി അതൊക്കെ മാറുന്നു എന്ന് കരാരി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ കഥകൾ ഓരോ കാലത്തും എങ്ങനെ നിർമ്മിക്കുന്നു, ഓരോ രൂപത്തിൽ എങ്ങനെയാണ് കഥകൾ വരുന്നത്, ഇവരെല്ലാം കഥകളിലൂടെ എഴുത്തിലൂടെ കഥകളുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അന്ന് വായിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് ആത്രേയകത്തിൽ ഇത് പറയുന്നുണ്ട്. കഥകളാണ് ഈ ഭരണ സംവിധാനത്തെ നിലനിർത്തുന്നത്. സാമൂഹ്യ പ്രസിഡന്റ് അറക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കുന്നത്തൂർ PM പാലസിൽ നടത്തിയ പരിപാടിയിൽ സുഭാഷ് ചന്ദ്രൻ മന്ത്രിയിൽ നിന്നും മാധവിക്കുട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി. വായിക്കാത്തവരുടെ മനസ്സിൽ മാധവിക്കുട്ടി ആസക്തിയുടെയും ഉന്മാദത്തിന്റെയും എഴുത്തുകാരിയാണ്. എന്നാൽ വായിക്കുന്നവരുടെ മനസ്സിൽ ഇത്തരം ഒരു ചിന്ത ഉണ്ടാകില്ലെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത സുഭാഷ് ചന്ദ്രൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സബ് എഡിറ്റർ കൂടിയാണ്. കേരള സാഹിത്യ അക്കാദമി 2 തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ സമിതി ജനറൽ കൺവീനർ KB സുകുമാരൻ ആമുഖ പ്രഭാഷണം നടത്തി. അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നൂർകുളത്തെയും മുഹമ്മദ് ജിഷാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സാഹിത്യ നിരൂപകനും മടപ്പള്ളി കോളേജ് പ്രൊഫസറും കൂടിയായ KV സജയ് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരീശൻ ഭട്ടതിരിപ്പാട്, സാജൻ കുമാർ, ബൈജു കുമാർ എന്നിവരുടെ ചിത്ര പ്രദർശനത്തോടെയാണ് വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണ ചടങ്ങും ആരംഭിച്ചത്. സാഹിത്യ സമിതി സെക്രട്ടറി രാജേഷ് കടാമ്പുള്ളി സ്വാഗതവും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി നന്ദിയും പറഞ്ഞു. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, സ്മരണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാഹുലയൻ താമരശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. എന്തുകൊണ്ടതിനൊന്നും സാധിച്ചില്ല. ആകെ ഞാൻ കണ്ടത് എറണാകുളത്തെ ജി ശങ്കരക്കുറുപ്പ് ഓഡിറ്റോറിയത്തിൽ 1995 അവർ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കാണികളിൽ ഒരാളായിട്ട് ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് ഇവിടെ തിരക്ക് അവരെ കാണാനുള്ള തിരക്കുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് അവരുടെ ദൂരക്കാഴ്ചയായിട്ട് കണ്ടതാണ്. അന്ന് അവർ പർദ്ദയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നില്ല. ഒരു കറുത്ത സാരി പക്ഷെ എടുത്തിരുന്നു. സാരി എടുത്ത ഒരു വെള്ളച്ചാട്ടം പോലെ അവർ വേദിയിലേക്ക് നിന്ന് കണ്ട് അത്ഭുതപ്പെട്ട് ദൂരെ നിന്ന് കണ്ട് അവരുടെ സംസാരം കേട്ട് മടങ്ങിപ്പോകാനേ എനിക്ക് സാധിച്ചത്. മാധവിക്കുട്ടി പക്ഷേ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലെങ്കിലും, നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും മാധവിക്കുട്ടി നിങ്ങളുടെ ഓരോരുത്തരോടും എന്ന പോലെ എന്നോടും ധാരാളമായി സംസാരിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ്.